അമ്മായിയമ്മയുടെ പേര് ശങ്കരി എന്നാണ്. അവർ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മകൻ സുന്ദറിന്റെ കോൾ വരുന്നു. അമ്മേ, നാളെ അമ്മയുടെ മരുമകൾ അവിടെ വരും. അവൾ ഇന്ന് ഫ്ലൈറ്റ് കയറും. നാളെ രാവിലെ 10 മണിയോടെ വീട്ടിലെത്തും. അതിന് ശരിയെന്ന് പറഞ്ഞ് മകനോട് കുറച്ചുനേരം കൂടി സംസാരിച്ചിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുന്നു. മരുമകൾ വരുന്നതിനാൽ അവർ നല്ല സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ആ ദിവസം കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ അമ്മായിയമ്മ മരുമകളെ കാത്ത് വീടിന് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാർ വരുന്നു. അതിൽ നിന്ന് മരുമകൾ പുറത്തിറങ്ങുന്നു. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മുട്ടുവരെ പോലും ഇറക്കമില്ലാത്ത ഡ്രസ്സും ഇട്ട് അവൾ കുണുങ്ങി കുണുങ്ങി ശങ്കരിയുടെ അടുത്തേക്ക് വരുന്നു. ആരാ മോളെ നീ? എന്തിനാ ഇവിടെ ഇറങ്ങിയത്? വഴിതെറ്റി വന്നതാണോ? അമ്മി, ഞാൻ നിങ്ങളുടെ മരുമകൾ നീരജയാണ്. എന്തുണ്ട്? സുഖമാണോ? ഇതെന്ത് വേഷമാണ് മോളെ? എന്തോ പോലെ. ഇതിപ്പോഴത്തെ ഫാഷനാണമ്മേ. ഇവിടെ ഞാൻ നല്ലപോലെ ഡ്രസ് ചെയ്തോളാം. മരുമകൾ ഇങ്ങനെ പറയുന്നു. രണ്ടുപേരും അകത്തേക്ക് പോകുന്നു. മരുമകൾ വല്ലാത്ത അഹങ്കാരിയായിരുന്നു. ഒരു മര്യാദയുമില്ലാത്ത സംസാരമായിരുന്നു അവളുടേത്. പാവം അമ്മായിയമ്മ ഇതിൽ വല്ലാതെ വിഷമിച്ചിരുന്നു. എന്നാലും അവർ മറുത്തൊന്നും സംസാരിച്ചിരുന്നില്ല. ഒരു ദിവസം അമ്മായിയമ്മ പശുവിനെ കറക്കുകയായിരുന്നു. അപ്പോൾ മരുമകൾ അങ്ങോട്ടേക്ക് വരുന്നു. അമ്മേ, എനിക്ക് കാപ്പി വേണം. തലവേദനിക്കുന്നു. ഞാൻ അതിനുവേണ്ടി തന്നെയാണ് പശുവിനെ കറക്കുന്നത്. ഞാൻ കാപ്പിയല്ലേ ചോദിച്ചത്? അതിനെന്തിനാ പശുവിനെ കറക്കുന്നത്? കടയിൽ നിന്നും പാക്കറ്റ് പാൽ വാങ്ങണ്ടേ? നീ എന്ത് മണ്ടത്തരാണ് പറയുന്നത്? ഇത് തന്നെയല്ലേ പാക്കറ്റിലാക്കി വരുന്നത്? അതറിയത്തില്ലേ നിനക്ക്? ഇത് കേട്ട് നീരജ അത്ഭുതത്തോടെ നോക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ശങ്കരി കാപ്പിയിട്ട് മകൾക്ക് കൊടുക്കുന്നു. നീരജ അത് കുടിക്കുന്നു. സൂപ്പർ കാപ്പിയാണല്ലോ. പാക്കറ്റ് പാൽ പോലെയല്ല. പാക്കറ്റ് പാൽ എന്തിനാ? നമ്മുടെ പശു നല്ല പോലെ പാല് തരുമല്ലോ. ശരിക്കും സൂപ്പറാണ്. ഇങ്ങനെ മരുമകൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അമ്മായിയമ്മ ചാണകപ്പാട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്താ? എന്തു ചെയ്യുക? ഭയങ്കര മണമാണല്ലോ. ഇത് ചാണകമാണ്. ഇതുപോലും അറിയത്തില്ലേ? ഇതെങ്ങനെ ഉണ്ടാക്കിയാൽ അടുപ്പിൽ കത്തിക്കാൻ ഉപയോഗിക്കാം. അമ്മയ്ക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ? പശുവിന്റെ ചാണകം കൊണ്ട് ഫുഡ് ഉണ്ടാക്കുമെന്നോ? ഇതൊട്ടും ശരിയല്ല. നിങ്ങളുടെയും ഈ നാട്ടുകാരുടെയും ഒക്കെ കാര്യങ്ങൾ എനിക്കൊട്ടും പിടിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ആ വാക്കുകൾ ശങ്കരിക്ക് വിഷമമുണ്ടാക്കി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അമ്മായിയമ്മ വീടിന് മുൻപിൽ കോലമിടുകയായിരുന്നു. നീരജ അത് നോക്കി നിൽക്കുന്നു. ഇതെന്താ? ഇത് നല്ല ഡിസൈനാണല്ലോ. നിങ്ങൾക്ക് ഇത്തരം ഡിസൈൻ വർക്കൊക്കെ അറിയാമോ? ഇത് ഡിസൈൻ അല്ല മോളെ, ഇത് കോലമാണ്. കാണാൻ നല്ല രസമുണ്ട്. എന്നെയും ഇത് പഠിപ്പിക്കാമോ? നീരജ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശങ്കരിക്ക് സന്തോഷം തോന്നുന്നു. അവർ നീരജയെ കോലം വരയ്ക്കാൻ പഠിപ്പിക്കുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നീരജ ശങ്കരിയുടെ അടുത്തു നിന്ന് പാചകവും പഠിക്കുന്നു. അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും കൂടി മാർക്കറ്റിലേക്ക് പോകുന്നു. വഴിയിൽ കണ്ട പരിചയക്കാർ ഒക്കെ സുഖമാണോ ചേച്ചി, അതുപോലെ സുഖമാണോ മോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അമ്മേ, ഇവർ എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണോ? എല്ലാവരും വലിയ കാര്യമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. എടി മണ്ടി, ഗ്രാമത്തിലുള്ളവർ ശുദ്ധരാണ്. എല്ലാവരെയും അവരുടെ സ്വന്തമായാണ് കാണുന്നത്. ഒരാൾക്കൊരു പ്രശ്നമുണ്ടായാൽ എല്ലാവരും ഓടി വന്ന് സഹായിക്കും. അങ്ങനെ എല്ലാവരും ബന്ധുക്കളെ പോലെ തന്നെയാണ്. അമ്മേ, പട്ടണത്തിൽ ഒരാൾ മറ്റൊരാളെ ശ്രദ്ധിക്കാറുപോലുമില്ല. ഒരാൾ മരിച്ചാൽ പോലും ആരും തിരിഞ്ഞു നോക്കാറില്ല. ഗ്രാമം കൊള്ളാമല്ലോ. എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ ഇനി ഇവിടെ തന്നെ നിന്നോളാം. ഇത് കേട്ട അമ്മായിയമ്മ വല്ലാതെ സന്തോഷിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. നീരജ ഒരു നാടൻ പെണ്ണിനെ പോലെ വീട്ടുജോലികളൊക്കെ ചെയ്യുന്നു. മുറ്റമടിച്ചു, കോലമിടുന്നു, പശുവിനെ കറന്ന് പാൽക്കാപ്പിയിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നു. വീട്ടിലെ ജോലിയും അടുക്കളയിലെ കാര്യങ്ങളും എല്ലാം നീരജയാണ് ചെയ്തിരുന്നത്. പട്ടണത്തിന്റെ രീതികളെല്ലാം മറന്ന് ഒരു തനി നാടൻ പെണ്ണായി അവിടെ ജീവിക്കുന്നു. അമ്മായിയമ്മയും മരുമകളും സന്തോഷത്തോടെ ജീവിക്കുന്നു. ഒരു ദിവസം ഒരു പെണ്ണ് കരഞ്ഞുകൊണ്ട് ശങ്കരിയുടെ അടുത്തേക്ക് വരുന്നു. എന്തിനാ ഇങ്ങനെ കരയുന്നത്? കാര്യം പറ. ദിവസവും എൻ്റെ ഭർത്താവ് ഒരു സ്വപ്നം കണ്ടിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. ഇതിനൊരു പ്രതിവിധിക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. നിങ്ങളുടെ മകൾ പഠിച്ചവളല്ലേ?
അവർക്ക് ചിലപ്പോൾ എന്നെ സഹായിക്കാൻ പറ്റും. മരുമോളെ, ഇതിനെന്തെങ്കിലും ഉപായം പറഞ്ഞു താ. എന്താണ് സംഭവം എന്ന് വിശദമായി പറ. പറയാം, കേട്ടോളൂ. ഒരു ദിവസം രാത്രിയിൽ കള്ളനെ പോലെ എന്റെ ഭർത്താവ് അയൽപക്കത്തുള്ള അമ്മാവന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറി. എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഭർത്താവ് കള്ളനാണോ? കള്ളനൊന്നുമല്ല. ഞാൻ ഫുൾ പറയട്ടെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ അമ്മാവൻ കണ്ണു കാണാൻ പാടില്ലാത്ത ആളാണ്. അമ്മാവൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു. അമ്മാവൻ ഉറക്കമാണെന്ന് കരുതി എന്റെ ഭർത്താവ് ലോക്കറിനടുത്തേക്ക് പോയി. ലോക്കറിൽ നിന്ന് കാശും സ്വർണവും എടുക്കുന്ന സമയത്ത് അതിന്റെ ശബ്ദം കേട്ട് അമ്മാവൻ എഴുന്നേറ്റു. ആരാ അവിടെ? ഇത് കേട്ടതും എന്റെ ഭർത്താവ് പൂച്ചയെ പോലെ മ്യാവ് മ്യാവ് എന്ന് ഒച്ചയുണ്ടാക്കി. ഈ പൂച്ചയ്ക്ക് വേറൊരു പണിയുമില്ല. എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് വന്ന് കരഞ്ഞെന്റെ ഉറക്കം കളയുവാണല്ലോ. പോ പൂച്ചേ, പോ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഉറങ്ങി. വീണ്ടും അയാൾ എന്തോ ശബ്ദം കേട്ട് എഴുന്നേറ്റു. പോ പൂച്ചേ, പോ. മ്യാവ് മ്യാവ്. ഭർത്താവ് വീണ്ടും ഇങ്ങനെ പൂച്ചയെ പോലെ കരയാൻ തുടങ്ങി. ഇതിനെന്റെ വീടേ കിട്ടിയുള്ളോ? എല്ലാ രാത്രിയിലും എന്റെ വീട്ടിൽ തന്നെ ഇതെങ്ങനെ കയറുന്നു? പോ പൂച്ചേ, പോ. ഇത് കണ്ടിട്ട് എന്റെ ഭർത്താവ് വീണ്ടും ലോക്കറിൽ നിന്ന് സ്വർണവും കാശും എടുക്കാൻ തുടങ്ങി. ഇത്രയുമായപ്പോൾ അമ്മാവന് മനസ്സിലായി ആരോ ലോക്കർ തുറന്നെന്ന്. പൂച്ച ലോക്കർ തുറക്കില്ലല്ലോ. അതുകൊണ്ട് വീട്ടിലേതോ കള്ളൻ വന്നു ലോക്കറിൽ നിന്ന് കാശ് മോഷ്ടിക്കുകയാണെന്ന് തോന്നിയ അമ്മാവൻ കയ്യിലൊരു വലിയ വടിയെടുത്ത് ലോക്കറിന് നേരെ എറിഞ്ഞു. അത് എന്റെ ഭർത്താവിന്റെ ദേഹത്താണ് കൊണ്ടത്. അടി കൊണ്ടപ്പോൾ ഭർത്താവ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പുറത്തു വന്നു. അടുത്ത ദിവസം ഞാൻ ഭർത്താവിന് മുറിവ് പറ്റിയ ഭാഗത്ത് മരുന്ന് പുരട്ടുമ്പോൾ ഭർത്താവിന്റെ സുഹൃത്ത് രാഘവൻ അവിടെ വന്ന് അയാൾ ഈ മുറിവ് കണ്ടു. ഇതെന്താടാ, ഈ മുറിവെങ്ങനെയാ ഉണ്ടായത്? ഇന്നലെ ഞാൻ ബൈക്കിൽ നിന്ന് വീണതാ. ഇല്ലടാ, നീ നുണ പറയുക. അല്ലല്ല, സത്യമാണ്. ഞാൻ ബൈക്കിൽ നിന്ന് വീണായിരുന്നു. ഇതതുകൊണ്ട് വന്ന മുറിവാണ്. അല്ലല്ല, നിന്നെ ആരോ തല്ലിയതാ. ഇല്ലടാ, എന്നെ ആരും അടിച്ചില്ല. അല്ല, നീ എന്തോ പണിയൊപ്പിച്ചു, അതിനാരോ നിന്നെ തല്ലി. ഇല്ലടാ, എന്നെ ആരും അടിച്ചില്ല. എന്നെ അടിക്കാനുള്ള ധൈര്യം ആർക്കുണ്ട്? നിന്റെ ഈ സ്വഭാവം കാരണമായിരിക്കും ആരെങ്കിലും അടിച്ചത്. നീ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. അധികം ഡയലോഗ് അടിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഇങ്ങനെ പറഞ്ഞിട്ട് കഴുത്തിൽ മുറുക്കി പിടിച്ചു. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് ഭർത്താവിന്റെ മുഖത്തൊഴിച്ചു. പെട്ടെന്ന് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്തുപറ്റി? എന്റെ മുഖത്തെന്തിനാ വെള്ളം ഒഴിച്ചത്? ഇന്ന് എന്ത് സ്വപ്നമാണ് കണ്ടത്? നിങ്ങൾ എന്റെ കഴുത്തിന് പിടിച്ചു. എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. സ്വപ്നത്തിൽ ആ രാഘവ് വന്നു. അതേ പഴയ സ്വപ്നം. എന്താ നിങ്ങൾക്ക് ആ രാഘവിനോട് ഇത്രയും ദേഷ്യം? ഇന്നും നിങ്ങളുടെ സ്വപ്നത്തിൽ രാഘവ് വന്നു. ദിവസവും നിങ്ങൾ അയാളെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അനുഭവിക്കുന്നത് ഞാനും. ഇത് ശരിയല്ല. അവൻ എന്റെ കാശും കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് അവനോട് ഭയങ്കര ദേഷ്യമാണ്. ദയവ് ചെയ്ത് അത് വിട്ടുകളാം. എന്റെ ബുദ്ധിമുട്ട് നോക്കുമ്പോൾ കാശ് പോയതൊന്നുമല്ല. നമ്മൾ രണ്ടും ഒന്നല്ലേ? ഇങ്ങനെയൊക്കെയാ എന്റെ അമ്മേ അയാള് പറയുന്നേ. അങ്ങനെ അവൾ എല്ലാ കാര്യങ്ങളും മരുമോളോട് പറയുന്നു. ഇത് കേട്ട് രണ്ടുപേരും ചിരിച്ചു മറിയുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരിക്കലും നടക്കില്ല. ഒരാൾ എപ്പോഴും ഒരേ സ്വപ്നം തന്നെ കാണില്ല. അതുമല്ല, ഒരാളെ തന്നെ കൊല്ലുന്ന സ്വപ്നങ്ങൾ കാണാൻ ഒരു ചാൻസുമില്ല. ഇതെല്ലാം നിങ്ങളുടെ ഭർത്താവിന്റെ ഓരോ നമ്പറാണ്. എന്റെ കെട്ടിയവൻ എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്? നിങ്ങൾ രാഘവ് എന്ന് പറയുന്ന ആളിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പേര് കേട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഭർത്താവിന്റെ കൂട്ടുകാർ വീട്ടിൽ വരാറുണ്ട്. പക്ഷേ ഈ രാഘവനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ ഭർത്താവിനോട് ചോദിച്ചപ്പോൾ അവന് ഭയങ്കര നാണമായതുകൊണ്ട് എവിടെയും പോകാറില്ല എന്നാ പറഞ്ഞത്. ശരി, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ മോശം വിചാരിക്കരുത്. രാഘവ് എന്ന ഒരാളില്ല. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും അയാൾ വീട്ടിൽ വന്നേനെ. ആ കാണാതെ പോയ പണം നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് ചെലവാക്കിയത്. അത് ഒളിക്കാൻ വേണ്ടിയാണ് ഈ സ്വപ്നത്തിന്റെ നാടകം കളിക്കുന്നത്. ഞാൻ പറഞ്ഞത് സത്യമാവാനാണ് സാധ്യത. ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് വേറെ പെണ്ണുമായി അടുപ്പം കാണും. കാശ് അവൾക്ക് കൊടുത്തു കാണും. ഈ നാടകമൊക്കെ കളിച്ച് നിങ്ങളെ കൊല്ലാൻ നോക്കുന്നതായിരിക്കും. അങ്ങനെ അവന്റെ വഴി ക്ലിയർ ആകും. അവർക്ക് സുഖമായി ജീവിക്കാനും പറ്റും. ഞാൻ പറഞ്ഞതിൽ കുറച്ചെങ്കിലും സത്യമാവും.
ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നീ നിന്റെ ഭർത്താവിനോട് തന്നെ ചോദിക്ക്. ഞാൻ ഇപ്പോൾ തന്നെ അയാളോട് ഇത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആ പെണ്ണ് വീണ്ടും അവരുടെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, മരുമോളെ, നീ അന്ന് പറഞ്ഞത് സത്യമായിരുന്നു. എന്റെ ഭർത്താവ് ക്യാഷ് എല്ലാം വേറെ ഒരുത്തിക്ക് കൊടുക്കുമായിരുന്നു. പിടിച്ചൊന്ന് കുടഞ്ഞപ്പോൾ അയാൾ സത്യം പറഞ്ഞു. അങ്ങനെ കള്ളി വെളിച്ചത്ത് വന്നു. നിങ്ങൾ തന്ന ധൈര്യം കൊണ്ടാണ് ഇത് സാധിച്ചത്. സന്തോഷം. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി ഇരിക്കുന്നു എന്നറിഞ്ഞാൽ മതി. അതിനുശേഷം ഗ്രാമത്തിലെ ആളുകൾ അവരവരുടെ പ്രശ്നങ്ങളുമായി നീരജയുടെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. എല്ലാവർക്കും നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവൾ നല്ല പേരെടുത്തു. ഇതെല്ലാം കാണുന്ന അമ്മായിയമ്മ വളരെ സന്തോഷിക്കുന്നു. പട്ടണത്തിൽ നിന്ന് വന്നപ്പോൾ അവൾക്ക് നല്ല അഹങ്കാരമുണ്ടായിരുന്നു. ഇപ്പോൾ ആളാകെ മാറി. എല്ലാവർക്കും നല്ല ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട്. അമ്മേ, അമ്മ ആരെക്കുറിച്ചാണ് ആലോചിക്കുന്നത്? എന്നെക്കുറിച്ചല്ലേ? അതെ, അമ്മ മനസ്സിൽ ഓർത്തത് ശരിയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ആരുമായി മിണ്ടാത്ത ഒരാളായിരുന്നു. ഈ ഗ്രാമത്തിലുള്ളവരുമായി ഇടപഴകിയപ്പോൾ ഞാൻ ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിച്ചു. നല്ല സംസ്കാരവും എനിക്ക് കിട്ടി. ഞാൻ വന്ന സമയത്ത് അമ്മയോട് മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അങ്ങനെയൊന്നുമില്ല മോളെ. ഇങ്ങനെ പറഞ്ഞ് അവർ മരുമകളെ കെട്ടിപ്പിടിക്കുന്നു.